ചില അനാചാരങ്ങളുടെ ഭാഗമായിട്ട് ചിലരെ കുരുതി കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ പണ്ട് ഇരുണ്ട കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള ചില മാർഗങ്ങൾ തേടുകയും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നിന്ന് പതിയെ ഉൾവലിയാൻ തുടങ്ങും. അവർ എല്ലാ രീതിയിലും ആ അന്ധവിശ്വാസത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഒരു മനുഷ്യൻ എന്തെങ്കിലും അന്ധവിശ്വാസം മൂലം മറ്റൊരു മനുഷ്യനെ കൊന്നിട്ട് അതൊരു ആചാരത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായോ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നരബലി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാചീന ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചില അനാചാരങ്ങളുടെ ഭാഗമായിട്ട് ചിലരെ കുരുതി കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ പണ്ട് ഇരുണ്ട കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുള്ള ഒരു സംഗതി തന്നെയാണ് നരബലി എന്ന് പറയുന്നത്. പക്ഷേ ആധുനിക ലോകത്തിൽ മനുഷ്യർ പരസ്പരം സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പൊതുവെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാറില്ല. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കുന്ന മറ്റ് സാമൂഹ്യ ബന്ധങ്ങൾ കുറവുള്ള ആളുകളാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പൂർണ്ണമായി അകപ്പെട്ടു പോവുകയും ഇത്തരം അനാചാരങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ മതവിഭാഗങ്ങളും അതിൻ്റേതായ ചിന്താധാരകൾ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും വ്യക്തമായ തെളിവുകളോടുകൂടിയ ഒരു ശാസ്ത്രീയമായ ഉത്തരം അതിന് ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് കെട്ടുകഥകളും ഇതിനെക്കുറിച്ച് മെനഞ്ഞെടുക്കാം. ഇപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കും, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ശ്രേഷ്ഠമായൊരു ജന്മമുണ്ടാകും. ഇത്തരത്തിലുള്ള ചില വാചകങ്ങൾ കേട്ടിട്ട് അതിൽ പെട്ടുപോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള അനാചാരം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ധനികനാകാം, ഒരുപാട് സമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ ദൈവീകമായ കഴിവുകൾ നമുക്ക് വന്നു ചേരും, അതുവഴി നമുക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അതോടുകൂടി ഇല്ലാതെയാകും. ഇങ്ങനത്തെ ചില ധാരണകളുമുണ്ട്. അപ്പോൾ ഈ അനാചാരങ്ങൾ വിതയ്ക്കുന്ന ആളുകൾ പലപ്പോഴും നോട്ടമിടുന്നത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെയാണ്. അവരെയാണ് ഇത് പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സാധാരണ നല്ല സാമൂഹ്യ ബന്ധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ പോലും തൻ്റെ സുഹൃത്തുക്കളോട് ആരോടെങ്കിലും ഇതൊന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത് അസംബന്ധമാണ് എന്ന് ഭൂരിപക്ഷം ആളുകളും പറയും. അപ്പോൾ അത് എല്ലാവരും അസംബന്ധമാണെന്ന് പറയുമ്പോൾ അത് അസംബന്ധമാവാൻ സാധ്യത കൂടുന്നു എന്ന് മനസ്സിലാക്കി നമ്മളതിൽ നിന്ന് അകന്നു നിൽക്കും. അപ്പോൾ പലപ്പോഴും ഈ അനാചാരങ്ങളുടെ വിത്ത് വിതയ്ക്കുന്ന ആളുകൾ അവരുടെ ഇരകളെ കണ്ടെത്തി ഈ ഇരകളെ സമൂഹത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അവരുടെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് അവരുടെ ജീവിതം ഈ പറയുന്ന അനാചാരം നടത്തുന്ന വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുകയും പൂർണ്ണമായിട്ടും അയാൾക്ക് അവർ വിധേയപ്പെടുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. ഈ വിധേയത്വം സൃഷ്ടിച്ച ശേഷമാണ് ഈ അനാചാരങ്ങൾ നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്നതും അത് ചെയ്യിപ്പിക്കും. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ കൂടാൻ ഉള്ള സാധ്യതയുണ്ട്. ഒരു മധ്യവയസ്സ് കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം തേടിയാണ് പല ആളുകളും ആത്മീയ അന്വേഷണങ്ങളിലേക്ക് ചെന്ന് പോകുന്നത്. ഈ ആത്മീയ അന്വേഷണങ്ങൾ ചിലതൊക്കെ നല്ല വഴികളിലേക്ക് നീങ്ങുമ്പോൾ ചിലതെങ്കിലും ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളുടെ സവിധത്തിൽ ചെന്ന് കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും അത് ശരിയാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തോന്നുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് ഇവർ എത്തിച്ചേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സാമൂഹ്യ ബന്ധങ്ങളുള്ള വ്യക്തികൾ പോലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെ പതിയെ ഒഴിവാക്കും. ഒരു സാമൂഹ്യ വിച്ഛേദനം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാമൂഹ്യ വിച്ഛേദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം അനാചാരങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ഇവരെ സ്വാധീനിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മിക്കവാറും നമ്മൾ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ സാമൂഹ്യ വിച്ഛേദനമാണ് ഈ അനാചാരങ്ങൾ ചെന്ന് ചാടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷെ പൊതുവേ ഇത്തരം അനാചാര കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അതുവരെയുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും പൊടുന്നനെ ഒരു വ്യതിയാനം ഇത്തരം സംഗതികളിലേക്ക് അവർ ചെന്ന് ചേരുമ്പോൾ കണ്ടുവരുന്നുണ്ട്.
അപ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുള്ള, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടും മറ്റ് രീതികളിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ചില ആളുകൾ പെട്ടെന്ന് ഒരു ഉൾവലിവ് വരികയാണ്. ആ ഉൾവലിയൽ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. മിക്കവാറും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും മടി വരികയും ഉൾവലിയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ചിലർ ഈ പറഞ്ഞ അവരുടെ മനസ്സിൽ വരുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെയുള്ള ചില മാർഗങ്ങൾ തേടുകയും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നിന്ന് പതിയെ ഉൾവലിയാൻ തുടങ്ങും. അവർ ഈ ദുർമന്ത്രവാദ സ്വഭാവമുള്ള കൃത്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തും. യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും വഴിയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അത്തരം സംഭവങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത് കാര്യമായിട്ട് അവർ പഠനവിധേയമാക്കും. ഒരുപക്ഷെ അന്യഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ മറ്റൊരു സ്ഥലത്ത് പിറവിയെടുക്കുക, ഇത്തരം സാധ്യതകളൊക്കെ ഇന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും ഒരുപാട് ലേഖനങ്ങളും അനുഭവ കഥകളും നിറം പിടിപ്പിച്ച പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഒക്കെ കാണും. അതിലോട്ട് അവർ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഈ ഒരു മേഖലയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതനുസരിച്ച് കൂടുതൽ ചുറ്റുവട്ടത്ത് നിന്ന് അവർ അകലുന്നു. കൂടുതൽ യുക്തിചിന്തയിൽ നിന്ന് അവർ അകലുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ കരുതുന്ന ഈ അന്ധവിശ്വാസമാണ് പരമമായ സത്യം എന്ന് അവർക്ക് തോന്നുകയും അവർ എല്ലാ രീതിയിലും ആ അന്ധവിശ്വാസത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം വരും. പലപ്പോഴും വീട്ടിനുള്ളിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഈ അന്ധവിശ്വാസം ഒരുപോലെ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടും കാണാം. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഒരു കൂട്ടക്കൊലപാതകത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഒരേ മിഥ്യാവിശ്വാസം, ഒരേ ഡെല്യൂഷൻ വെച്ച് പുലർത്തുന്ന ഒരു അവസ്ഥ കണ്ടു. ഷെയർഡ് ഡെല്യൂഷൻ, അല്ലെങ്കിൽ പങ്കുവയ്ക്കപ്പെടുന്ന മിഥ്യാവിശ്വാസം എന്നാണ് അതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണങ്ങളും പരിശോധിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിൽ നിന്നെല്ലാം വിച്ഛേദിക്കപ്പെട്ട് ഒരു വീട്ടിനുള്ളിൽ പരസ്പരം ഇടപെട്ടുകൊണ്ട് മാത്രം കഴിയുന്ന രണ്ടോ അതിലധികമോ ആളുകൾ, അതിലേതെങ്കിലും ഒരാളുടെ മനസ്സിലുള്ള മിഥ്യാവിശ്വാസം മറ്റേ ആളിലേക്ക് പകരും. കുറേ നാൾ കഴിയുമ്പോൾ ഈ മിഥ്യാവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവർക്കും തോന്നുകയും ആ മിഥ്യാവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കുരുതികളും കൊലപാതകങ്ങളും ചില സ്ഥലങ്ങളിൽ ആത്മഹത്യകളുമൊക്കെ നടക്കാൻ സാധ്യത. ഇപ്പോൾ ഏത് ആധുനിക ശാസ്ത്രത്തിൻ്റെ വികാസം വന്നാലും അതിന് ഒരുപാട് ഉപയോഗങ്ങളുള്ളതുപോലെ ദുരുപയോഗങ്ങളുമുണ്ട്. ഇപ്പോൾ കറണ്ട് വന്നതിന് ശേഷമാണ് കറണ്ട് അടിച്ച് മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അറിവുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടും മനുഷ്യനൊരു സഹായം വേണമെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നിമിഷാർത്ഥം കൊണ്ട് തന്നെ സഹായങ്ങൾ എത്തിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് വികലമായിട്ടുള്ള ചിന്തകൾ പ്രചരിപ്പിക്കാനും സാധിക്കും. കാരണം ആകർഷകമായ രീതിയിൽ സംസാരിക്കാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനും കഴിവുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു VIP സ്റ്റാറ്റസ് കിട്ടുന്നു. മുൻകാലങ്ങളിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ചലച്ചിത്രങ്ങളിലും ഒക്കെ അഭിനയിച്ചിരുന്ന ആളുകൾക്ക് കിട്ടിയിരുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇന്ന് ഓരോ വ്യക്തിക്കും സ്വയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതാണ് സോഷ്യൽ മീഡിയയുടെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് പ്രൊഫൈലുകൾ സൃഷ്ടിക്കാനും അതുവഴി ചാറ്റ് ചെയ്ത് മറ്റുള്ളവരെ സ്വാധീനിക്കാനും ആ സ്വാധീനത്തിന് വിധേയമായ ശേഷം പിന്നെ അവരോട് ചിലപ്പോൾ ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിയെന്നിരിക്കും. അവരോട് പല കാര്യങ്ങളും വളരെ ആകർഷകമായിട്ട് സംസാരിച്ച് ഫലിപ്പിച്ച് അവരെ സ്വന്തം വഴിക്ക് കൊണ്ടുവന്ന് സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവന്ന് പലതരത്തിൽ അവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നിലവിലുണ്ട്. സാമ്പത്തികമായിട്ടും ലൈംഗികമായിട്ടും മറ്റു പലതരത്തിലും അവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ നിലവിലുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ഗുണദോഷയുക്തി വിചാരം, ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു സംഗതി വേണം. നമ്മളോട് ഇടപെടുന്ന വ്യക്തി ഒരുപക്ഷെ അയാളുടെ ഐഡൻറ്റിറ്റി മാസ്ക് ചെയ്ത് വെച്ച് ചെയ്യുന്നതാകാം, ഫേക്ക് ഐഡൻറ്റിറ്റി ആകാം. അയാൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വാസ്തവമാകണമെന്നില്ല. അത് യുക്തിഭദ്രമല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാനുള്ള ഒരു വിവേചന ബുദ്ധി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ചതിക്കുഴികളിൽ വീഴാൻ സാധ്യത കൂടുതലാണ്.